ഹലോ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവരോടും പറഞ്ഞോട്ടെ, ഇന്നൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. വിത്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളായിട്ട് വന്നിരിക്കുന്നത്. അതും ബിഗ് സൈസ് പ്ലാന്റ്സുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാർക്കറ്റിൽ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന രണ്ട് ചെടികൾ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയതുകൊണ്ട് തന്നെ അതൊന്നില്ലെങ്കിൽ ഡയറക്റ്റ് സെയിൽ അല്ലെങ്കിൽ പെറ്റ് സർവീസ് വഴിയിട്ടാണ് നമ്മൾ കൂടുതൽ അതിൻ്റെ സെയിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. രണ്ട് ചെടികൾ കേട്ടോ, അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ പെറ്റ് സർവീസ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പെറ്റ് സർവീസിൻ്റെ ഇതും കൂടി നമ്മൾ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വലിയ ചെടികൾ നമുക്ക് DTDC വഴിയും കൊറിയറേ നമ്മൾ ചെയ്യുന്നില്ല, ഡയറക്റ്റ് വന്ന് എടുക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഷോർട്ട്സ് ഇട്ട സമയത്ത് കുറച്ച് പേര് പ്ലാന്റ്സുകൾ നമ്മളോട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതിന് അവർ പെറ്റ് സർവീസ് വഴിയാണ് ഇന്ന് നമ്മൾ പെറ്റ് സർവീസ് വഴി ഒരാൾക്ക് അയച്ചു കൊടുത്തു രാവിലെ തന്നെ, നമ്മൾ ഈ കാണിക്കുന്ന റൂബി റെഡിൻ്റെ ഒരു പ്ലാന്റ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. കുറച്ച് ബാക്കിയുള്ള ചെടികളൊക്കെ നമുക്ക് കൊറിയറായിട്ട് DTDC വഴി സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ എപ്പോൾ സെയിൽ വീഡിയോ ചെയ്താലും റേറ്റ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും സ്ഥിരം വന്നൊരു കമൻറ്റാണ് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ എത്ര റേറ്റ് കുറച്ചിട്ടാലും ചില ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ ഇരുന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ID ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ പോകും, അവർ സെയിൽ ചെയ്യുന്നവരാണ്, നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് നിങ്ങൾക്ക് റേറ്റ് കുറവിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുക. അത്തരത്തിലുള്ള കമൻറ്റുകൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കുറച്ച് പേരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടു. പിന്നെ ഞാനത് ചാനലിൽ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യായിരുന്ന വേണ്ട എന്ന് കരുതിയിട്ട്, കാരണം ചെറിയ രീതിയിൽ നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഒഴിവാക്കട്ടെ. നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് ചെയ്യുമ്പോൾ അതിനും കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിലും കുറവുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ ഇന്ന് നമ്മൾ പെറ്റ് സർവീസ് വഴി കൊടുത്തു വിട്ട ചെടികളാണ് കേട്ടോ ഇതൊക്കെ. അതാണ്ടോ ഇന്ന് റൂബി റെഡ് നമ്മുടെ പാക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറെ ഡിസ്ട്രിക്റ്റുകളിലോട്ട് പെറ്റ്സുകളെ, വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടികളിൽ നമുക്ക് കൊടുത്തു വിടാം. പക്ഷേ ആ വണ്ടി നാഷണൽ ഹൈവേയിലൂടെ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ നാഷണൽ ഹൈവേയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഈ വിത്ത് പോട്ടേപ്പാടി നമുക്ക് ഈ പോട്ട്സ് പ്ലാന്റുകൾ അങ്ങോട്ട് കയറ്റി വിട്ട് അയക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അയച്ച പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കും. അവർ കറക്റ്റ് നാഷണൽ ഹൈവേയുടെ അടുത്തെത്തുമ്പോൾ ആ കസ്റ്റമറെ വിളിച്ച് അവർക്ക് അവർ ഡെലിവറി ചെയ്താണ് പെറ്റ് സർവീസ്. അപ്പോൾ ഇത് ഇന്ന് പോയതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുന്ന വരുന്നു. ഇനി നമുക്ക് പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് മാർക്കറ്റിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന എല്ലാവർക്കും ഏത് വെറൈറ്റി ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ളൊരു വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ്. അത്യാവശ്യം അതിൻ്റെ കളറ് എനിക്ക് ഈ വീഡിയോയിൽ ഒത്തിരി കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അത്ര ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റും, അല്ലാതെ വളർത്താൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഹാങ്ങിങ്ങിലോട്ട് വന്ന് നിറച്ച് ഫ്ലവേഴ്സും കൂടി ആയി കഴിയുമ്പോൾ അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം ബുഷിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 12 ഇഞ്ച് പോട്ട് സൈസിലുള്ള ബിഗ് പോട്ട് സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്ക് 2-3 പ്ലാന്റ്സുകൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ ബിഗ് സൈസ് ഫ്ലെയിം റെഡും റൂബി റെഡും കൂടി നമുക്ക് ബിഗ് സൈസ് പ്ലാന്റുകൾ ഏകദേശം 19 പീസുകളാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഓൾറെഡി ഇപ്പോൾ നമുക്ക് 4 പീസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അതിൽ ഫ്ലെയിം റെഡും റൂബി റെഡും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ സൈസുകളൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ ഉള്ളത്. അധികം പീസസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും എടുത്ത് വെച്ച് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അറിയാലോ, നമ്മൾ എല്ലാം ഏകദേശം ഒരേ സൈസാണ്. അപ്പോൾ ഇന്ന പ്ലാന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. അതിന് കാരണം ഇത്രയും പ്ലാന്റുകൾ, ഇനിയിപ്പോൾ ഒരു 7-8 പ്ലാന്റാണ് ഫ്ലെയിം റെഡിന് നമുക്ക് സ്റ്റോക്കിലുള്ളത്. റൂബി റെഡ് നമുക്കൊരു 10 പ്ലാന്റോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ചിലത് ഇങ്ങനെ കവറുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പൂക്കളെ പാടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് ഉണ്ടായിരിക്കുക. ഇന്ന് കാണിക്കുന്ന ഫ്ലെയിം റെഡിൻ്റെയും റൂബി റെഡിൻ്റെയും ഇത്രയും ബിഗ് സൈസ് പ്ലാന്റിന് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള 12 ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 1300 കേട്ടോ. 1300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതേ പ്ലാന്റുകൾ ജസ്റ്റ് പുറത്തൊന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. നമ്മൾ ഇന്നലെ കൊടുത്ത കസ്റ്റമേഴ്സ് നമ്മളോട് അവരുടെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 2.5K 2Kക്കൊക്കെയാണ് ഈ ഒരു ഒറ്റ പ്ലാന്റുകൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും. അപ്പോൾ ഇന്നതാ ഈ ഒരു സൈസിലേക്കുള്ള പ്ലാന്റ് നമ്മൾ 1300 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. സൈസുകൾ ഓരോന്നും നിങ്ങൾക്ക് കാണാം കേട്ടോ. അതാണ്ടോ ഓരോന്നും നമ്മൾ എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പ്രെഡ് ചെയ്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ട് നല്ല വലുപ്പത്തിലുള്ള പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റാണ്. ഇതൊക്കെ നമുക്ക് പെറ്റ് സർവീസ് വഴി അയച്ചു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം എടുത്ത് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കണ്ടോ ഇതിൽ ഫ്ലവേഴ്സ് കുറവാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ ബുഷ്നെസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ ഇതിന് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കണ്ടോ പൂക്കൾ വന്ന് തുടങ്ങുന്നുള്ള മുട്ടുകളായിട്ട് ഒരുപാട് നിപ്പുണ്ട്. തടുത്തതും ഇതാണ്ടോ ആ പോട്ടിൽ നിന്ന് താഴത്തേക്ക് വന്ന പ്ലാന്റുകളാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞോട്ടെ, ചില
പ്ലാന്റുകൾ ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ചയ്ക്ക് അയക്കാനായിട്ടാണ് പറയണമെങ്കിൽ ചിലപ്പോൾ ഫ്ലവേഴ്സുകൾ പൊഴിയാം. അതും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയും കേട്ടോ. അത് ഇങ്ങനെയൊക്കെയാണ് ഫ്ലെയിം റെഡിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അതും കൂടിയും എടുത്തെടുത്ത് പറയണ ഫ്ലവേഴ്സ് കണ്ടോ, നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വിരിയുന്ന ഫ്ലവേഴ്സ് എന്തായാലും പൊഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫ്ലവേഴ്സ് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മയിലുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഫ്ലെയിം റെഡിൻ്റെ ഇരിക്കുന്നത്. ഏകദേശം ഒരു 7 പീസോളം ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1300 കേട്ടോ. സൈസ് നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം, ബിഗ് സൈസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. 1300 രൂപയ്ക്കാണ് ഇത്രയും ബിഗ് സൈസ് 12 ഇഞ്ച് പോട്ട് സൈസ് പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഏറ്റവും വലുപ്പത്തിലുള്ള ചട്ടിയാണ് ഇത്. പെറ്റ് സർവീസിൽ വന്നാൽ നിങ്ങൾക്ക് ചട്ടി പോലും മാറ്റേണ്ട ആവശ്യകത ഇല്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ വെക്കുക. നമ്മൾ വളങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യകത പോലും ഇല്ലാണ്ട് അടിപൊളി പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് റൂബി റെഡിലേക്ക് പോവാം. അപ്പോൾ ഈ സെക്ഷനൊക്കെയാണ് ഫ്ലെയിം റെഡിൻ്റെ അകത്ത് ഓരോന്നും നീക്കി വെച്ചിട്ട് സൈസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൂബി റെഡ് കാണാം കേട്ടോ. റൂബി റെഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് വഴി നമ്മുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഈ കാണുന്നതാണ് റൂബി റെഡ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ചെടിയെന്ന് തന്നെ പറയാം കേട്ടോ. ഇതിനൊരു ചെറിയൊരു കുഞ്ഞു മരമായിട്ട് പറയണോ അല്ലെങ്കിൽ വേറെ എന്താ പറയണേന്ന് എനിക്കറിയത്തില്ല. മദർ പ്ലാന്റിനേക്കാളും ഉപരി എന്ന് പറയും. ഇതിപ്പോൾ ഇന്നലെ ഒരു കസ്റ്റമർ പിക്ക് ചെയ്തതാണ്. രാവിലെ ഒരു റൂബി റെഡ് പോയി നമ്മുടെ സെയിലായി. ഞാൻ കാണിച്ചല്ലോ പെറ്റ് സർവീസിൽ. കേട്ടോ ഇങ്ങനെയൊക്കെ നിറച്ച് മൊട്ടോടും പൂക്കളോടും കൂടിയിട്ടിരിക്കുന്ന ഇത്രയും വലിപ്പത്തിലുള്ള റൂബി റെഡിൻ്റെ റേറ്റും നമ്മൾ 1300 രൂപയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അത്യാവശ്യം നല്ല ബിഗ് സൈസ് പ്ലാന്റ്സ്. നിങ്ങൾക്ക് ആ സൈസ് തന്നെ കാണുമ്പോൾ ഓരോ പ്ലാന്റും അത്രയും ക്വാളിറ്റിയില്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് മറിച്ച് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത്രയും വലുപ്പത്തിലേക്കുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഓരോന്നും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഓരോന്നിൻ്റെ സൈസുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കണ്ടോ. ഈ ഒരു വലുപ്പത്തിലേക്കുള്ള അത്യാവശ്യം റൂബി റെഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഓരോ പ്ലാന്റുകളും. ഇതാണ്ടോ ഈ ഒരു ചെടിയൊക്കെ നിങ്ങൾ നോക്കിക്കുക, എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ശരിക്കും ഒരു മരം പോലെ തന്നെയാണ് ഓരോ പ്ലാന്റ് നിൽക്കണേ. എത്ര വർണ്ണിച്ചാലും ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് സൈസ് നിങ്ങളിലേക്ക് പറഞ്ഞ് എത്തിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും എത്തുമെന്ന് എനിക്കറിയത്തില്ല. ഇതുണ്ടോ ഇതൊക്കെ നിറച്ച് മുട്ടോട് കൂടിയിട്ടുള്ള കണ്ടോ. ശരിക്കും ഒരു വലിയ മരം പോലെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് ശരിക്കും കവർ ചെയ്ത ഒരു ഏരിയ സ്പ്രെഡ് ചെയ്തിട്ട് ഇത്രയും ബിഗ് സൈസ് പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കണ്ടോ. മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ടാണ് ഓരോ പ്ലാന്റും വരുന്നത്. ഓരോ പ്ലാന്റ് എടുത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് താഴത്തേക്ക് വളർന്ന് ഫുള്ളി എൻ്റെ ആ റൂട്ട് കണ്ടോ നിങ്ങൾ, കടഭാഗം ആ കടയുടെ ഒരു കട്ടി എല്ലാത്തിനും ഇങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. കണ്ടോ ഓരോ നേച്ചറലായിട്ട് ഫുൾ ഫ്ലവേഴ്സും ഇലകളും തണ്ടുകളും ഒക്കെ ഒത്തിരിയുള്ള ബിഗ് സൈസ് പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തത് നോക്കൂ ഫുൾ ഫ്ലവർ ആയിട്ടുള്ള, ഇതിലും ഫ്ലവർ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ഇപ്പോൾ രാവിലെ നമുക്ക് സോൾഡ് ഔട്ട് ആയതാ. ഇത് നോക്കിക്കേ, ഇത് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകണം. കാരണം ഓരോ സൈസ് ചോദിക്കുന്നവരുണ്ട് നമ്മളോട്. കണ്ടോ നിറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ്. ഇനി അടുത്ത പ്ലാന്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സോൾഡ് ഔട്ട് ആയ ഒരു ചെടിയാണ്. കൊട പോലെ നിൽക്കുന്നത് ശരിക്കും നല്ല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത ഒരു ഏരിയ മൊത്തം സ്പ്രെഡ് ചെയ്ത് ഒരു കൊട പോലെ ഒത്തിരി പ്രൊപ്പഗേഷൻ എടുക്കാൻ പറ്റുന്ന കമ്പോൾ ഒത്തിരി എടുക്കാൻ പറ്റുന്ന വലിയ സൈസ് പ്ലാന്റ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ശരിക്കും ഇതൊരു മരമാണോ കേട്ടോ. ശരിക്കും കണ്ടോ ശരിക്കും ഫുൾ ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്ന റൂബി റെഡ്. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന ശരിക്കും എനിക്കതൊരു ബോൺസായി ട്രീ പോലെ തോന്നിയത്. കാരണം കണ്ടോ ശരിക്കും ഇങ്ങനെ പൊങ്ങി വന്ന് ശരിക്കും ഒരു മരം നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് റൂബി റെഡൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1300 രൂപ. ഫ്ലെയിം റെഡിൻ്റെ റൂബി റെഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 1300. 1300 രൂപയാണ്. റൂബി റെഡും ഫ്ലെയിം റെഡും നമുക്ക് പെറ്റ് സർവീസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെയിൽ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാരണം ബിഗ് സൈസ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത്രയും വലുപ്പത്തിലുള്ള ചെടികൾ പൊതിഞ്ഞ് അയക്കുക പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ സ്ഥലം എറണാകുളം മുപ്പത്തടമാണ്. അപ്പോൾ ആ ഭാഗത്തുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ചെടിയായിരുന്നു. ഫയറോപ്പാലിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്സ് ആയിരുന്നു. രണ്ടും നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ സെയിലിന് വെക്കാമെന്ന് ചോദിക്കും. അതുകൊണ്ടിട്ടാണ് പറയുന്നത്. ഇതേ റേറ്റിൽ തന്നെ ഏകദേശം 1400 രൂപയ്ക്കാണ് ഇത്രയും വലിപ്പത്തിലുള്ള ബിഗ് സൈസ് പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തത് കേട്ടോ. 2 പ്ലാന്റുകളും രണ്ടും നമുക്ക് സോൾഡ്
ഔട്ട് ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റുകളാണ്. നമുക്ക് ഉടനടി ഇനിയും ഇതുപോലത്തെയുള്ള നല്ല പ്ലാന്റുകൾ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി കിട്ടില്ല. ഇത്രയും ഒരുപാട് വലിയ വലിയ ചെടികളാകുമ്പോഴേ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടില്ല. നമുക്ക് സ്റ്റോക്ക് കൊണ്ടുവരാനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു കവര പോലും ഇടിയാണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് എത്തിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് അധികം സ്റ്റോക്ക് കിട്ടിയില്ല. പക്ഷേ ഉടനെ ഇതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് ഉടനെ അടുത്ത പ്ലാന്റുകൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് ട്വിസ്റ്റർ റെഡ് ആണ്. ട്വിസ്റ്റർ റെഡിൻ്റെ ഒരു പ്ലാന്റാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത്. 890 കേട്ടോ. 890 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു ബ്ലഡിഷ് റെഡാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സിന്. അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ചെടിയാണ് ട്വിസ്റ്റർ റെഡ്. നല്ല റേറ്റിൽ പോകുന്ന ചെടിയാണ്. അപ്പോൾ അത്യാവശ്യം ഇതൊരു 8 ഇഞ്ച് സൈസ് പോട്ടിലാണ് ഇതിരിക്കുന്നത് കേട്ടോ. അതായത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 890, 890 ആണ്. നല്ല ബ്ലഡ് റെഡ് കേട്ടോ. പൂക്കൾ ഞാൻ അടുത്തുനിന്ന് ഒന്നുകൂടി കാണിച്ചു തരുന്നതാണ്ടോ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ആകെ ഈ ഒരു വീഡിയോ വഴി മാത്രമേ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇനി ഇതാ അടുത്തത് നമ്മുടെ സ്വീറ്റ് ഹേർട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ഇതും ഒറ്റ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. എന്നോട് ഏതോ ഒരു കസ്റ്റമർ എപ്പോഴും ചോദിക്കുമായിരുന്നു, പക്ഷെ ഞാൻ അവരെ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിന് നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു പീസ് വന്നിട്ടുണ്ട്. 580 റേറ്റ് വരുന്നത്. നമ്മൾ ഒത്തിരി കൊണ്ടുവന്നിരുന്നൊരു വെറൈറ്റിയാണ്, പക്ഷെ ഇപ്പോൾ ഇത് കിട്ടാനില്ല. ഇനി അടുത്തത് നമുക്ക് ലാവൻഡർ കളറാണ് കേട്ടോ. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. 2 പ്ലാന്റാണ് സ്റ്റോക്കിലുള്ളത്. 490, 490 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നിറച്ച് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ. ഇത്രയും പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ്. 490 ആണ് രണ്ടെണ്ണത്തെ ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ഇന്നലെ ഷോർട്സ് ഇട്ട സമയത്ത് ഇത് മാർക്ക് ചെയ്ത്, ഈ ഒരു ചെടി മാത്രം മാർക്ക് ചെയ്ത് ഒത്തിരി പേര് ചോദിച്ചിരുന്നു കേട്ടോ. എന്താ ഇതിൻ്റെ കളർ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പർപ്പിൾ പറയണോ വയലറ്റ് പറയണോ? ഈ ഒരു കളറ് രാത്രി വരെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. അത് അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നമ്മൾ ഇതിനു മുമ്പും സെയിലിന് വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടി. ഇപ്രാവശ്യം നമുക്ക് 2-3 പീസുകൾ ഈ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും 490, 490 നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഫ്ലവേഴ്സ് ഈ ഒരു പ്ലാന്റ് നമുക്ക് സോൾഡ് ഔട്ടായി എന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചു നമ്മളോട്. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ട് ഈ ഒരു പ്ലാന്റ് തീർന്നു. ഇനി ഇരിക്കുന്ന പ്ലാന്റ് ഇതാണ്ടോ, ഈ ഒരു തൊട്ട് പുറകിലിരിക്കുന്ന സൈസ് ഉണ്ട്. ഈ ഒരു സൈസൊക്കെയാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ റേറ്റ് 490 കേട്ടോ. 490 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. രണ്ടും എന്താ പറയുക, അതിൻ്റെ കളർ ശരിക്കും പറയാൻ പറ്റത്തില്ല. ഈ വീഡിയോയിലും അത്ര ഭംഗിയായിട്ട് മനസ്സിലാവുന്നില്ല ആ ഒരു കളറ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ആ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ചില്ലി റെഡാണ്. ചില്ലി റെഡിൻ്റെ 3 സൈസ് നമുക്ക് അവൈലബിൾ ആണ്. 3 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഞാൻ കാണിച്ചു തരാം. വിത്ത് ഫ്ലവേഴ്സ് കൂടിയിട്ട് 3 പ്ലാന്റ്സ് നിൽക്കുന്ന 3 റേറ്റിലാണ് ഈ പ്ലാന്റുകൾ വരികയും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഈ ഒരു സൈസാണ് കണ്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരിക. അത്യാവശ്യം നല്ല കടുത്ത കളറാണ് ചില്ലി റെഡ് ഉണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ഇത്രയും ഇതായിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 490, 490 സൈസാണ്. അതാ ഈ കാണുന്ന ഇത്രയും ബിഗ് സൈസ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 8 ഇഞ്ച് പോട്ട് സൈസാണ് അതിൽ വന്നിരിക്കുന്നത്. 490 ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. ചില്ലി ഐറ്റംസ് എല്ലാം നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്നൊരു വെറൈറ്റി കൂടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് അടുത്തത്, ഇതിൽ സത്യം പറഞ്ഞ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയി പൂക്കൾ വന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒത്തിരി കവറുകളുള്ള പ്രൊപ്പഗേഷനൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് 590, 590 നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസാണ് പറഞ്ഞത്. ഇപ്പോൾ സത്യം പറഞ്ഞതിൽ ഇലകളില്ല കേട്ടോ. ഇലകൾ വന്ന് തുടങ്ങുന്നുള്ളൂ. ഓരോ ടിപ്പിലും ഇങ്ങനെ ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്ന എല്ലാം പൊഴിഞ്ഞു പോയി. ഇതൊന്ന് പ്രൂണൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ഒരു കുഞ്ഞു ട്രീ ആക്കി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 590 ആണ്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ചില്ലി റെഡിൻ്റെ നെക്സ്റ്റ് സൈസാണ് കേട്ടോ. അത്യാവശ്യം ഒരു ബിഗ് സൈസാണ് കേട്ടോ. വളരെ വലിപ്പമുള്ളൊരു സൈസാണ്. നിറച്ച് ഫ്ലവേഴ്സും ഒത്തിരി കവറുകളായിട്ട് നമ്മളിങ്ങനെ അത് ടാഗ് ചെയ്ത് കെട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഈ ഒരു ആംഗിളിൽ നിന്ന് ഞാൻ കാണിച്ചു തരേണ്ടതാണ്. ബിഗ് സൈസ് പ്ലാന്റ് ആണ്. 700 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നല്ല വലുപ്പത്തിലുള്ള വലിയൊരു മരം പോലെയുള്ള കണക്കുള്ള ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ആണ്. 700 ആണ് റേറ്റ്. ഒറ്റ പീസേ അത് സ്റ്റോക്കിലുള്ളൂ. വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചില്ലി ഐസ്ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഐസ്ക്രീമിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വലിയ സൈസ് പ്ലാന്റ്സ് അല്ല. അതായത് ഈ ഒരു സൈസ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 490 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഏകദേശം ഒരു 10-15 പീസോളം 15-20 പീസോളം നമുക്കിപ്പോൾ സ്റ്റോക്ക് രണ്ടാമത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഹാങ്ങിങ് പോട്ടിലാക്കിയിട്ട്
ഇപ്പോൾ ഹാങ്ങിങ് പോട്ട്സിൻ്റെ ഒരു സെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി എൻക്വയറി ഉണ്ട്, ഇപ്പോഴും വന്നിട്ടുണ്ട്. ഞാൻ രണ്ടാമത് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോയിട്ടില്ല പോട്ട്സിൻ്റെ. അത് വന്നാൽ ഉടനെ തന്നെ ഞാനത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒത്തിരി പേര് നമ്മളോട് പെറ്റ് സർവീസ് വഴിയൊക്കെ ആയിട്ട് പോട്ട്സുകൾ എടുത്തായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ ചില്ലി ഐസ്ക്രീമിൻ്റെ സെക്ഷൻ. കണ്ടോ, എല്ലാത്തിലും ഫ്ലവേഴ്സോട് കൂടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ സൈസുകളൊക്കെ നിങ്ങൾക്ക് കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം വന്ന അത്ര ബിഗ് സൈസിലേക്കല്ല വന്നിരിക്കുന്നത്. ഈ ഒരു സൈസും വിത്ത് ഫ്ലവേഴ്സും അല്ലെങ്കിൽ ബഡ്സ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 490, 490 പ്ലസ് ഈസിക്കാണ് വരുന്നത്. ഇനി അടുത്ത് ബട്ടർഫ്ലൈ സ്പ്ലാഷ് ആണ് കേട്ടോ. നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം ഒരു 8 പീസോളം നമുക്കിനി സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും കേട്ടോ. വൈറ്റും ഒരു ലൈറ്റ് റോസും ഷെയ്ഡൊക്കെ കൂടി കയറി വരുന്നതാണ്. ഇലകളും പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കാണാനായിട്ട് ഇതാണ്ട് ഇങ്ങനെയായിരിക്കും വരിക. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഒരു 8 പീസാണ് നമുക്കിപ്പോൾ ബട്ടർഫ്ലൈ സ്പ്ലാഷ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് 790 കേട്ടോ. 790, 8 പീസസ് സ്റ്റോക്കിലുള്ള 790 പ്ലസ് ഈസിക്കാണ് നമ്മൾ കൊടുക്കണേ. അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. സൂപ്പർ പ്ലാന്റ് ആണിത്. ഇനി അടുത്തത് നമ്മുടെ ഡോൾഫിൻ റെഡ് ആണ്. ഡോൾഫിൻ റെഡിൻ്റെ ഏകദേശം ഒരു 5-6 പ്ലാന്റ്സ് ആണ് നമുക്ക് ഇനിയിപ്പോൾ സ്റ്റോക്കിലുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 490 പ്ലസ് ഈസി കേട്ടോ. 490 പ്ലസ് ഈസിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇലകളിലും വെരിഗേഷൻസ് ആണ്, പൂക്കളിലും വെരിഗേഷൻസ് ആണ്. 2 പോട്ടിലാണ് പൂക്കൾ നിൽക്കുന്നത്. ബാക്കി എല്ലാത്തിലെ പൂക്കൾ ഏകദേശം പോയിട്ട് ഇനി അടുത്ത പൂവിൻ്റെ മുട്ടുകൾ വരുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മുടെ വയലറ്റ് സെപ്റ്റംബർ ആണ് കേട്ടോ. ഇത്രയും ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള ബിഗ് പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്നത് ഇത്രയും ഫ്ലവേഴ്സ് കൂടിയിട്ടുള്ള നിങ്ങൾക്ക് ആ സ്റ്റെംസും അതിൻ്റെ വലിപ്പമൊക്കെ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ചെടി തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഒത്തിരി പൂക്കളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ വരുന്ന വയലറ്റ് സെപ്റ്റംബർ ആണ്. ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 720 കേട്ടോ. 720 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സൈസ്. നല്ല ഹാർഡ് സ്റ്റെമ്മാണ് കേട്ടോ. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നമ്മളിന്ന് വെക്കുന്ന വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റ്സും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഉണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ കടയൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു സൈസാണ് കേട്ടോ. എല്ലാത്തിൻ്റെ ആണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എന്തായാലും നല്ല ബിഗ് സൈസാണ്. വയലറ്റ് സെപ്റ്റംബർ അല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 720 ആണ് കേട്ടോ. ഇനി ഇത് അടുത്തത് ഗോൾഡൻ സൺഷൈൻ്റെ ഒരു നമുക്ക് കുറച്ചധികം സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ഷോർട്സ് ഇട്ടു. അതിനുശേഷം നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 പ്ലാന്റാണ് ഉള്ളത്. 2 ഫ്ലവേഴ്സോട് കൂടിയിട്ടും 2 ഫ്ലവർ ഇല്ലാണ്ടുമാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 720 രൂപ, 720 റുപ്പീസാണ് നമ്മൾ കൊടുക്കണേ. 7 കളേഴ്സ് മാറി മാറി വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഗോൾഡൻ സൺഷൈൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ വളർത്തിയ ഒരു ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫ്ലവർ ഇല്ലാത്ത 2 പ്ലാന്റ് കേട്ടോ. ഈ ചെടി 2 ഫ്ലവർ ഇല്ല. അപ്പം ഞാൻ വളർത്തിയൊരു ചെടിയാണ് കേട്ടോ. എനിക്കൊരു ചെറിയൊരു തൈ ആദ്യം നിങ്ങൾക്ക് തൈ തന്ന കൂട്ടത്തിൽ നമ്മൾ സെയിൽ ചെയ്ത സമയത്ത് ബാക്കി വന്നൊരു തൈ ഞാൻ നട്ട് വെച്ചിട്ട് അതിൽ ഈ പ്രാവശ്യം ഫ്ലവേഴ്സ് ഉണ്ടായതാണ് കേട്ടോ. ഞാൻ നട്ടിട്ട് ഏകദേശം സെപ്റ്റംബറിലൊക്കെ നട്ട പ്ലാന്റ് ആണ് കേട്ടോ അത്. ഇപ്പോഴാണ് ഇതിൽ ഫ്ലവേഴ്സ് വിരിഞ്ഞത്. അപ്പോൾ നമ്മൾ മതിലിൽ ഇതുപോലെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് എണ്ണി കാണിക്കാൻ പറ്റും ആ ഒരു 7 കളേഴ്സ് കേട്ടോ. ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു പ്ലാന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഓരോ കളേഴ്സും ഉണ്ട്. ലൈറ്റ് യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റോസ് ഉണ്ട്, വൈറ്റും ഉണ്ട്, പീച്ച് കളറുണ്ട്, എന്തൊക്കെയുണ്ടോ 7 കളേഴ്സ് നിങ്ങൾക്ക് ശരിക്കും കണ്ടോ എണ്ണി കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് വിരിഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസ് കേട്ടോ. കണ്ടോ, ഇപ്പുറത്തെ കവറയിലും അതുപോലെ തന്നെ നമുക്ക് ഇതിലും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി വർണ്ണിച്ച് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത്രയും ഭംഗിയിലെ ഒരു പ്ലാന്റ് നിൽക്കണേ. അപ്പോൾ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആട്ടോ. ഞാൻ ആ കാണിച്ച പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇനിയും ഓർഡേഴ്സുകൾ കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ഇനിയും ഒത്തിരി സ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ വിരിഞ്ഞ ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുന്ന ആ പ്ലാന്റ്സിന് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുണ്ടോ, ഇത്രയും കളേഴ്സ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൊഗൻവില്ല വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷൈൻ കേട്ടോ. ഇതിന് ശരിക്കും ഗോൾഡൻ സൺഷൈൻ എന്ന് പറയണോ ഗോൾഡ് എന്ന് പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല. അത്രയും ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റിൻ്റെ തൈകളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചത്. അതിൻ്റെ പ്ലാന്റിൻ്റെ വലിപ്പം ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അതിൻ്റെ റേറ്റ് വരുന്നത് 720 കേട്ടോ. 720 പ്ലസ് CCക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടാനില്ലാത്തതും ഈ ഒരു വലിപ്പത്തിലേക്ക് കിട്ടിയതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ബ്രിസ പീച്ച് എന്ന് പറയുന്നത് കേട്ടോ.
ബ്രിസ പീച്ചിൻ്റെ ശരിക്കും മദർ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഹൈറ്റ് കാണാൻ പറ്റും, ആ ഒരു പ്ലാന്റിൻ്റെ കവറുകളുടെ എണ്ണമൊക്കെ കാണാൻ പറ്റും. മദർ പ്ലാന്റ് സൈസായ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് നമുക്ക് സെയിലുണ്ട്. ഒരു ഒറ്റ പീസേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ. അപ്പോൾ വേണ്ടവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണിത്. കണ്ടോ, വിത്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ടും നിറച്ച് കവറുകളായിട്ട് കണ്ടോ. നിങ്ങൾക്ക് അടിഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒത്തിരി ചെറിയ ചെറിയ ബഡ്സ് വന്നിട്ടുണ്ട്, ഒത്തിരി കവറുകളുണ്ട്. സത്യം പറഞ്ഞാൽ അത് ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റുന്ന ടൈം ആയ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കേട്ടോ. നല്ല വലിയൊരു മദർ പ്ലാന്റ് ബ്രിസ പീച്ചിൻ്റെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ വലുപ്പം വരുന്നത്. കണ്ടോ കണ്ടോ, ഇത്രത്തോളം ഫ്ലവേഴ്സ് ഇതോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കണ്ടോ, എൻ്റെ റൂട്ടൊക്കെ ശരിക്കും പുറത്തേക്ക് വന്ന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ബ്രിസ പീച്ചാണ് ID വരുന്ന ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിൽ റൂബി റെഡും ഫ്ലെയിം റെഡും വളരെ വലിയ പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെറ്റ് സർവീസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെയിലാണ് നമ്മൾ ചെയ്യുന്നത്. പെറ്റ് സർവീസ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് സെയിൽ എൻ്റെ സ്ഥലം എറണാകുളം മുപ്പത്തേടം ഭാഗത്താണ്. ഡയറക്റ്റ് വരാൻ പറ്റുന്നവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പറയാത്ത വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഒരുപാട് വെറൈറ്റീസ് പുതിയ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് പരിമിതമാണ് കേട്ടോ. അപ്പോൾ എങ്കിലും ഒരുപാട് പേരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഉടനടി പുതിയ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്